ട്രംപും മസ്കും തമ്മിലുള്ള വാക്പോര് കടുക്കുന്നതിനിടെ മസ്കുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുമെന്ന അഭ്യൂഹം തള്ളിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. ഇതിനു പിന്നാലെ മസ്കുമായി ഒരു ആശയവിനിമയത്തിനും സാധ്യതയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മസ്കുമായി ഫോണിൽ സംസാരിക്കുമെന്ന അഭ്യൂഹങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് ഫോണിലൂടെ പരിഹാസരൂപേണയായിരുന്നു ട്രംപിന്റെ മറുപടിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വട്ടുപിടിച്ച ആളെയാണോ എന്ന് പ്രസിഡന്റ് ട്രംപ് ചോദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മസ്കിനോട് സംസാരിക്കാൻ തനിക്ക് പ്രത്യേക താൽപര്യമില്ലെന്ന് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇലോൺ മസ്ക് തന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചുവെന്നുമെന്നാൽ മസ്കുമായി സംസാരിക്കാൻ താൻ തയ്യാറല്ലെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. മസ്കുമായി ബന്ധപ്പെട്ട പരസ്യമായ ഏറ്റുമുട്ടലിൽ സവിശേഷമായ ആശങ്കയില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പോരും സോഷ്യൽ മീഡിയ ആക്രമണവും ശക്തമാകവേ ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അഭ്യൂഹങ്ങളുണ്ടായിരുന്നത്. ട്രംപുമായുള്ള വാക്കുതർക്കത്തിന് പിന്നാലെ മസ്കിന്റെ ബിസിനസ്സുകൾക്ക് $150 ബില്യൺ മൂല്യനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മസ്കിന്റെ ആരോപണങ്ങളിൽ ഡൊണാൾഡ് ട്രംപും പ്രതിസന്ധിയിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ഒരു സന്ധി സംഭാഷണം നടക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത്. വെള്ളിയാഴ്ച രാവിലെ ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ ഫോണിൽ സംസാരിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ സഹായികൾ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. ഇലോൺ മസ്കിന്റെ ബിസിനസ്സുകൾക്ക് നൽകിവരുന്ന സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മ്ലേച്ഛമായ ബിൽ എന്നായിരുന്നു മസ്ക് അതിനെ വിശേഷിപ്പിച്ചത്. മസ്കിന്റെ തുടർച്ചയായ പ്രതികരണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ട്രംപ് ശക്തമായ നിലപാടുമായി രംഗത്തു വന്നത്. ഇതിനു പിന്നാലെ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി മസ്കും രംഗത്തെത്തി. ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇത് പുറത്തുവരാത്തതെന്നുമുള്ള ഗുരുതര ആരോപണവും മസ്ക് ഉന്നയിച്ചു. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം പിൻവലിക്കുമെന്നും മസ്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ നിന്നും മസ്ക് പിന്നോട്ടു പോവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.